പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. പ്രാർത്ഥനയോട് ശ്രവിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നാം യഹൂദ രാജാവായിരുന്ന ആസയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരവസരത്തിൽ കൂശ്യനായിരുന്ന സേരക 10,00,000 പടയാളികളും 300 രഥം സൈന്യവുമായി ആസയ്ക്ക് വിരോധമായി പാളയമടിച്ചു. ഈ അവസരത്തിൽ ആസ സഹായത്തിനായി യഹോവയോട് അപേക്ഷിച്ചു. ആസയുടെ സൈന്യം എന്ന് പറയുന്നത് 5,80,000 പേരാണ്. 10,00,000 മുൻപിൽ 5,80,000 എന്ന് പറയുന്നത് ഒന്നുമല്ല. ഇതേ തുടർന്ന് ആസ യഹോവയോട് സഹായം അഭ്യർത്ഥിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ ഞങ്ങൾക്ക് നീയല്ലാതെ മറ്റാരുമില്ല. ആകയാൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത, പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവം ഭക്തന്റെ അപേക്ഷാ വാചകങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടിട്ട് കൂശ്യനായിരുന്ന സേരകിനെയും സേരകിൻ്റെ സൈന്യത്തെയും ആസയുടെ മുൻപിൽ തോൽക്കുമാറാക്കി. ഈ വചനത്തിൻ്റെ ദൂതായി ഞാൻ വിളിച്ചു പറയട്ടെ, നമുക്ക് വിരോധമായി ചിന്തിക്കുന്ന, നമുക്ക് വിരോധമായി സംസാരിക്കുന്ന, നമുക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന, നമുക്ക് വിരോധമായി പാളയമടിക്കുന്ന വ്യക്തിജീവിതങ്ങളെയൊക്കെയും നമ്മുടെ മുൻപിൽ തോൽക്കുമാറാക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കുകയില്ല. അടുത്ത വാചകം അതീവ ചിന്തനീയമാണ്: രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വചനത്തിൻ്റെ ദൂതായി ഞാൻ വിളിച്ചു പറയട്ടെ, രക്ഷിക്കുന്ന ദൈവം നമ്മോട് കൂടെയുള്ള കാലത്തോളം ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും നമ്മെ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല. ഇങ്ങനെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തിജീവിതങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടെ വ്യക്തമാക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. നാം എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ ഒരവസരത്തിൽ ഹാമാൻ്റെ ഭാര്യയായിരുന്ന ശേരസ് ഭക്തനായിരുന്ന മൊർദെഖായിയുമായുള്ള ബന്ധത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുവാനിടയായി തീർന്നു: അവനൊരു യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, നീ അവൻ്റെ മുൻപിൽ തോറ്റുപോകുകയേ ഉള്ളൂ. യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. യഹൂദൻ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നവൻ എന്നാണ്. അവൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരുവനാണ് എങ്കിൽ, അവൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരുവനാണ് എങ്കിൽ നിനക്കവനെ ജയിക്കുവാൻ കഴിയത്തില്ല. നീ അവൻ്റെ മുൻപിൽ തോറ്റുപോകത്തേയുള്ളൂ. ശ്രദ്ധിക്കണമേ, ദൈവത്തെ സ്തുതിക്കുന്നവനെ ജയിക്കുവാൻ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തവും ശക്തവുമായി നമ്മെ പഠിപ്പിക്കുന്നു. പാട്ടുകാരൻ പരിശുദ്ധാത്മ നിറവിൽ ഇപ്രകാരം പാടി: ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ, സ്വർഭൂരം നീ അണയും വരെയും. ശ്രദ്ധിക്കണമേ, ശത്രുവിൻ്റെ ഇഷ്ടത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് കയ്യും കെട്ടി വായും പൂട്ടി മൗനമായിരിക്കുന്ന ഒരു ദൈവത്തെയല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത്. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് പ്രതിക്രിയ നടത്തി വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. തുടർന്നും ദൈവവചനം കേൾക്കുവാൻ താല്പര്യപ്പെടുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ ഏവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.